അതെനിക്കറിയാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും കാലം തരാത്ത പൈസ തരുമല്ലോ എനിക്ക്. ശോഭാ സുരേന്ദ്രന് വേണ്ടി മീഡിയേറ്റർ വന്നിരുന്നു എന്റെ അടുത്ത്. ആര്? ആ അല്ല, പണം വാങ്ങിയിട്ടില്ലെന്ന് എങ്ങനെയാ പറയണ? ഞാൻ എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രന്റെ SBI അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്. എങ്ങനെ നിഷേധിക്കാൻ പറ്റും ശോഭാ സുരേന്ദ്രന്? ത്രൂ അക്കൗണ്ടാണ് എന്റെ ട്രാൻസാക്ഷൻ, ഭൂമിക്ക് വേണ്ടിയിട്ട്, ക്യാഷ് അല്ല. ഏത്? നോ, അന്ന് ഞാൻ കൊടുത്തത് ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക്. അരിമേനോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അല്ലല്ല, അന്ന് ഞാൻ പണം കൊടുത്തത് ശോഭാ സുരേന്ദ്രന്, എനിക്ക് അരിമേനോനെ അറിയില്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക്. 4/1/24 ശോഭാ സുരേന്ദ്രന്റെ SBI അക്കൗണ്ടിലേക്ക്. ഓക്കെ, എനിക്ക് പണം തന്നത് പാലക്കാട് നിന്നൊരു അരിമേനോൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വരും, അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണെന്ന്. ഞാൻ അല്ലെങ്കിലും എനിക്ക് വിരോധമില്ല, നിശ്ചയിച്ചാൽ തിരിച്ചു കൊടുക്കും. നിയമപ്രകാരം ശോഭാ സുരേന്ദ്രൻ തന്ന പണമല്ലെന്ന് സ്ഥാപിക്കാനായിരിക്കും. പിന്നെ ഒരാൾ സൗജന്യമായിട്ട് എനിക്ക് വിളിച്ച് 10 ലക്ഷം രൂപ തരുമോ? ചിലപ്പോൾ ഇനി അത് അവരുടെ വ്യാഖ്യാനിക്കപ്പെടേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിയമപരമായത് നിലനിൽക്കൂല. കാരണം ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തത് ശോഭാ സുരേന്ദ്രനാണ്. എനിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന പേരിൽ തിരികെ തന്നത് ഒരു അരിമേനോൻ നിന്നാണ്. മനസ്സിലായ? അരിമേനോൻ UTR നമ്പർ ആദ്യം അയച്ചു തന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പണവും ക്രെഡിറ്റ് ആയി. ഞാൻ ഒഴിച്ചില്ല. എനിക്ക് എന്റെ ആവശ്യം എന്തിനാ? ഞാനതിന്റെ വാങ്ങൂലല്ലോ. നാളെ ഒരു ആരോപണം വരികയോ എന്നെ ട്രാപ്പ് ചെയ്യുകയോ ചെയ്താൽ അതോറിറ്റികൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ പോരെ? പിന്നെ എന്നെ സമീപിച്ച മീഡിയേറ്റർ ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു, ശോഭാ സുരേന്ദ്രന്റെ പണം തിരിച്ചു തരികയാണ്, അവർക്കെതിരെ യാതൊരു പത്രസമ്മേളനമോ നടപടി സ്വീകരിക്കാൻ. എനിക്കൊരു നടപടിയില്ല അവർക്കെതിരെ. അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹോം മിനിസ്റ്റർ ഒഴിച്ചുള്ള എല്ലാ പോസ്റ്റുകളും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും. കാരണം BJPയുടെ നേതാവാണല്ലോ അവര്. പ്രൈം മിനിസ്റ്റർ വേക്കൻസി ഇല്ല, പ്രസിഡന്റ് വേക്കൻസി ഇല്ല, ഹോം മിനിസ്റ്റർ ഒഴിഞ്ഞു കിട്ടൂല, ബാക്കിയെല്ലാം. അപ്പൊ അങ്ങനെ ചില ആരോപണങ്ങൾ ഇപ്പുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി സത്യസന്ധമായല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കും. അതെ, ഭൂമി തരാന്ന് അന്ന് ഭൂമി തരാന്ന് പറഞ്ഞു. ഭൂമിയുടെ ആധാരവും തന്ന്, കോപ്പിയും തന്ന്. ഞാൻ ആ ഭൂമി സന്ദർശിക്കാൻ ചെന്നപ്പോൾ എനിക്ക് മുമ്പ് 2 പേരോട് അഡ്വാൻസ് മേടിച്ച ഒരു ഭൂമി പരിശോധിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചും പോന്നു. അപ്പൊ ഞാൻ 3ാമനായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോൾ ഞാൻ നമ്പർ 3, അതിനിപ്പോ 1, 2 ഉണ്ട് ആ ഭൂമിക്ക്. അപ്പൊ സീനിയോറിറ്റിയിൽ ഞാൻ 3ആണ്. ഞാൻ തിരിച്ചു പോന്നു. ഞങ്ങൾ തമ്മിൽ ഈ സാമ്പത്തികമേ ഉള്ളൂ, വേറെ ഇതേ ഉള്ളൂ. അല്ല, അവർ തന്നതിന് നന്ദിയുണ്ട്, തരാനുള്ള മനസ്സ് കാണിച്ചല്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, ആ സ്ത്രീ നിഷ്കളങ്കതയുള്ള സ്ത്രീയാണ്. എനിക്ക് അവരെ അടുത്തറിയാം. എന്റെ വീട്ടിൽ വരും, എന്നോട് കുടുംബമായി അടുപ്പമുള്ളവരാണ്, നല്ലവരാണ്. പക്ഷേ എടുത്തു ചാടി ഇപ്പൊ കുടുങ്ങിയ കണ്ട. ഒരിക്കലും അവർ കാണാത്ത EP ജയരാജനെ കണ്ടു എന്ന് പറയുന്നു. ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവരെ അടുത്തിരുത്ത് ഒരു ഡിബേറ്റിന് അവർ തയ്യാറാണ്. കണ്ടിട്ട് പോലുമില്ല അവര് EP ജയരാജനാ. ഞാൻ EP ജയരാജനെ സപ്പോർട്ട് ചെയ്യല്ല. ആ EP ജയരാജനെ കണ്ടത് ജാവദേക്കർ മാത്രം. ശോഭാ സുരേന്ദ്രൻ വഴി തെറ്റി രാമയിലെത്തി വന്നു മണത്ത്, എങ്ങനെ അറിഞ്ഞു? പക്ഷെ ശോഭാ സുരേന്ദ്രൻ വഴി തെറ്റിപ്പോയത് ഗോവിന്ദ മാഷിന്റെ മുറിയിലേക്കാണ്, ജാഥക്കിടയിൽ, അല്ലാണ്ട് EP ജയരാജന്റെ അടുത്തേക്കല്ല. EP ജയരാജൻ ഒരു മുറിയിലുണ്ട് രാമലയത്തിൽ, ജാഥ. ഗോവിന്ദ മാഷുണ്ട്, മന്ത്രി അന്നത്തെ രാധാകൃഷ്ണനുണ്ട്, അവരടുത്തടുത്താണ്. ശോഭാ സുരേന്ദ്രൻ എങ്ങനെയോ അവിടെ ഇദ്ദേഹം ജാവദേക്കർ എത്തിയെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. വന്ന് ശോഭാ സുരേന്ദ്രൻ എല്ലാ മുറിയും പരിധി ആരൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ആ ശോഭാ സുരേന്ദ്രൻ ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു മുറി കയറിയിരിക്കണുണ്ട്. അല്ലാതെ ഞാൻ 100% പറയുന്നു. ഇപ്പൊ കേസ് നടക്കുകയല്ലേ, കേസിൽ ശോഭയ്ക്ക് വരാൻ പോണ ഡാമേജ് കണ്ടോ? ഇപ്പൊ എനിക്കെതിരെ കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ഞാൻ വിഗ്രഹം മോഷ്ടാവെന്ന് പറഞ്ഞു. ഞാൻ ഡിഫർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യമായി എങ്ങനെയാണ് ഡിഫർമേഷൻ കേസ് രാഹുൽ ഗാന്ധിക്ക് ശേഷം കേരളത്തിൽ നടക്കണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. രാഹുൽ ഗാന്ധിയാണല്ലോ ഡിഫർമേഷൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. എന്റെ വിചാരം നടന്നുകൊണ്ടിരിക്കുക. ഒരു ആദരവല്ല ഏത് സുരേന്ദ്രനും അനിൽ ആന്റണിയും. നമ്മൾ വിട്ടുവീഴ്ചയ്ക്കൊന്നുമില്ല. നമ്മൾ അതിന്റെ ഭാഗം എത്തുമ്പോൾ പറയും. 10 ലക്ഷം 12 എന്നൊന്നും പറയരുത്. ആ പരാതി ഉണ്ടല്ലോ, അത് സംബന്ധിച്ച് പാലായിട്ടത്, അത് സംബന്ധിച്ച് കേസ് നിൽപ്പുണ്ട്. അവരെ സ്പെഷ്യൽ ടീം വെച്ച് അന്വേഷിക്കണം എന്നുള്ളതിന്റെ പരാതി ഞാൻ
കേസ് പിൻവലിക്കാണ്ട് പറ്റൂല്ലോ. അല്ല, പിൻവലിക്കണമെങ്കിൽ മുമ്പ് ഞാനിപ്പോൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അരി മേനോൻ ബിഹാഫ് ഓഫ് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ എനിക്ക് തന്നു. അപ്പൊ ശോഭ അതിനകത്ത് കക്ഷിയാണ്. അപ്പൊ കോടതി ശോഭയോട് ചോദിക്കും ഓക്കെ ആണെങ്കിൽ കേസ് ഞാൻ ക്ലോസ് ചെയ്യും. അല്ലാണ്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ മണ്ടനാവും. അതെനിക്കറിയാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും കാലം തരാത്ത പൈസ തരൂല്ലോ എനിക്ക്. ശോഭാ സുരേന്ദ്രന് വേണ്ടി മീഡിയേറ്റർ വന്നിരുന്നു എന്റെ അടുത്ത്.